16. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയിരുന്നു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴിയെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രവർത്തിപ്പാനുമായി നാം ധൈര്യത്തോടെ ഉപാസനത്തിനടുത്ത് ചെല്ലും. ഈ പുരോഹിതന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? യാഗം കഴിക്കാൻ പറ്റത്തുള്ളൂ. ഈ ആലയത്തിലോട്ട് കടന്നു വരുവാനും യാഗം കഴിക്കാനും പറ്റുന്നത് ആർക്കാണ്? പുരോഹിതന് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. അതിനൊരു ക്രൈറ്റീരിയൻ ഉണ്ട്. ഈ പുരോഹിതൻ എന്ന് പറയുന്നത് ഏത് വംശത്തിൽ ഉണ്ടാവുന്ന ആളായിരിക്കണം? ലേവി ഗോത്രത്തിലുള്ള ആളായിരിക്കണം ഈ ഇത് ചെയ്യുന്നത്. അത് മനുഷ്യരിൽ നിന്ന് എടുക്കുന്ന ഒരാളാണ് ഈ യാഗം കഴിക്കുന്നത്. പാപത്തിന്റെ പ്രായശ്ചിത്തം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സ്വന്തം പാപത്തിന് വേണ്ടിയിട്ട് പ്രായശ്ചിത്തം ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അയാൾ മരിച്ചു പോകും അല്ലെ? അതാണ് നെക്സ്റ്റ് പോയിന്റ്. അതാണ് ആ മരണത്തിന്റെ ഒരു പരിമിതി ഉണ്ട് അവിടെ അല്ലെ? അല്ലെങ്കിൽ അയാൾ അർപ്പിക്കുന്ന സമയത്ത് അയാൾ തന്നെ വിശുദ്ധീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അയാൾ യാഗം നടക്കുന്ന സമയത്ത് അയാൾ മരിച്ചു പോകും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ യാഗം അവിടെ വെച്ചിട്ട് നിന്ന് പോകും അല്ലെ? ഹല്ലേലൂയ. പിന്നീട് വേറൊരു പുരോഹിതനെ ഏൽപ്പിച്ചിട്ട് വേണം പിന്നീട് യാഗം കഴിക്കുക. അപ്പൊ അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ്. മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് അത് അപൂർണമാണെന്നുള്ളത്. അതായത് ആനിമൽസിനെയാണ് അവിടെ സാക്രിഫൈസ് ചെയ്യുന്നത്. അത് ഒരിക്കലും മനുഷ്യന്റെ പാപത്തെയോ അവന്റെ കുറ്റബോധത്തെയോ ഒന്നും അത് മായ്ക്കുന്നില്ല. അത് ജസ്റ്റ് എന്താ ചെയ്യുന്നത്? മറയ്ക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നു. അതിനെ ഒരു വർഷത്തേക്ക് അതിനെ കവർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്ത് ചെയ്യണം? അയാൾ അടുത്ത വർഷം വീണ്ടും ആ പാപത്തിന് വേണ്ടിയിട്ട് പിന്നെയും അത് യാഗം അർപ്പിക്കണം. അപ്പൊ ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യണം? അയാൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചെയ്യണം അല്ലെ? ഹല്ലേലൂയ. റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ആ യാഗത്തെ അർപ്പിക്കണം. പിന്നെ ഒരു പോയിന്റ് ആണ് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലെ? ആലയത്തിലോട്ട് അല്ലെങ്കിൽ ആ ഒരു കൃപാസനത്തിൽ പറയുന്ന ആ ഒരു ഏരിയയിലോട്ട് പോകുവാൻ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? മഹാപുരോഹിതന് മാത്രമേ ഒരിക്കലേ പറ്റത്തുള്ളൂ അല്ലെ? എല്ലാ ദിവസവും പോകാൻ പറ്റത്തില്ല. ആണ്ടിൽ ഒരിക്കലും മാത്രമേ അയാൾക്ക് അതിന്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെയും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാം ആ ഒരു ക്രമം, ഈ അഹരോന്റെ ക്രമം എന്ന് പറയുന്ന ആ ഒരു ക്രമത്തിന് ഒരു കുറച്ച് റെസ്ട്രിക്ഷൻസ് എല്ലാം ഉണ്ട്, കുറച്ച് അപൂർണതയുണ്ടെന്ന് പറയാം നമുക്ക്. പക്ഷെ ഇനി നമ്മൾ യേശുവിന്റെ ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് അവിടെ കാണുന്നത്? യേശു സിൻലെസ് ആണ് അല്ലെ? ഹല്ലേലൂയ. അവനിൽ പാപമില്ല. നമ്മളിപ്പോ വായിച്ച വചനം പോലെ ആകയാൽ 14-ാം വാക്യത്തിൽ ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളാം. 15-ാം വാക്യത്തിൽ പറയും, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. എങ്ങനെയുള്ള മഹാപുരോഹിതനാണുള്ളത്? നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അവൻ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത് അല്ലെ? ഹല്ലേലൂയ. പക്ഷെ ആ പരീക്ഷിക്കപ്പെട്ടെങ്കിലും അവനിൽ എന്തില്ല? പാപം വന്നില്ല അല്ലെ? പാപം വന്നില്ല. അതുകൊണ്ട് നമ്മുടെ പുരോഹിതൻ എങ്ങനെയുള്ള പുരോഹിതനാണ്? സിൻലെസ് ആണ് അല്ലെ? ഹല്ലേലൂയ. പാപമില്ലാത്ത പുരോഹിതനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. പിന്നെ യേശു എന്താ ചെയ്തത്? ഒരു സാക്രിഫൈസ് ചെയ്തു അല്ലെ? എന്നേക്കുമായിട്ട് വേണ്ടിയിട്ട് ഒരു സാക്രിഫൈസ് ചെയ്തു. എബ്രായർ 9:12 കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ആമേൻ, ആമേൻ. നമുക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് എങ്ങനെയാണ് സാധിച്ചത്? ഹല്ലേലൂയ. പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ അല്ലെ? യേശുവിന്റെ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ് നമ്മളെ. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇതിൽ പറയുന്നത്. പിന്നെ മൂന്നാമത്തേലോട്ട് വരുമ്പോൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് അല്ലെ? അതാണ് എന്നേക്കുമുള്ള ഒരു പുരോഹിതനാണ് യേശു. ഹല്ലേലൂയ. കാരണം അവൻ മരണത്തെ ജയിച്ച് അല്ലെ? ഹല്ലേലൂയ. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ ഇന്നും ജീവനോടെ ഇരിക്കുന്നു അല്ലെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു പ്രീസ്റ്റ്ഹുഡിന് എന്തില്ല? അവസാനമില്ല അല്ലെ? ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പറയാം അത് എറ്റേണൽ ആണെന്ന് പറയാം. അതിന്റെ ഇഷ്ടം എന്താണ് ചെയ്യുന്നത്? ഇപ്പോ നമുക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പോ പക്ഷപാതം ചെയ്യുന്നു അല്ലെ? സ്വർഗത്തിന്റെ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതായത് അഡ്വക്കേറ്റിന്റെ പണി ചെയ്യത്തില്ലേ? അഡ്വക്കേറ്റ് എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയിട്ട് വാദിക്കും അല്ലെ? അതാണ് ഇപ്പൊ യേശു ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇത് വായിക്കുമ്പോഴെല്ലാം നമുക്ക് ആ കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് അവിടെ കാണാം അല്ലെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കൃപാസനം പിന്നീട് നമ്മൾ നേരത്തെ ആ റെസ്ട്രിക്ഷനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലെ. നേരത്തെ എന്തുണ്ടായിരുന്നു? അവിടെ ഒരു വേലി ഉണ്ടായിരുന്നു അല്ലെ, ഒരു മറ ഉണ്ടായിരുന്നു. ആ മറ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ എന്ത് പറ്റി? ആ മറ തിരശ്ശീല കീറിപ്പോയി അല്ലെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പൊ ആർക്ക് വേണമെങ്കിലും എങ്ങോട്ട് പോവാം? ആ കൃപാസനത്തിന്റെ അടുത്തോട് ചെല്ലാം അല്ലെ. പുരോഹിതനാവേണ്ടത് ഏത് വംശത്തിലുള്ള ആളാണ് ചെയ്യേണ്ടത്? ലേവി വംശത്തിലുള്ള ആളാണ് ഇത് ചെയ്യേണ്ടത് അല്ലെ, യാഗം അർപ്പിക്കേണ്ടത്. പക്ഷെ യേശു ഏത് വംശമാണ്? യഹൂദ എന്ന് പറയുന്ന വർഷമാണ് അല്ലെ. യൂദ എന്ന് പറയുന്ന വംശമാണ്. യൂദ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ വംശമാണ് അല്ലെ. അത് പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും രാജാക്കന്മാർക്ക് എന്താവാൻ പറ്റത്തില്ല? പുരോഹിതന്മാരാവാൻ പറ്റത്തില്ല. പുരോഹിതന്മാർക്ക് എന്താവാൻ പറ്റത്തില്ല? രാജാക്കന്മാരുമാവാൻ പറ്റത്തില്ല. ആ പഴയ നിയമം വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? അത് യേശു എന്താണ്? ഇവിടെ നോട്ട് ക്വാളിഫൈഡ് ആണ് അല്ലെ, ഇൻഎലിജിബിൾ എന്ന് പറയാം നമുക്ക്. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ് യേശു എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ആ പുരോഹിതൻ എങ്ങനെയുള്ള പുരോഹിതനായിരുന്നു? മൽക്കീസേദെക്ക് രാജാവായിരുന്നു അല്ലെ. ഹല്ലേലൂയ. ശലേമിന്റെ രാജാവും ദൈവത്തിന്റെ പുരോഹിതനുമായിരുന്നു ആര്? മൽക്കീസേദെക്ക്. അങ്ങനെ മൽക്കീസേദെക്ക് അങ്ങനെ ഒരു രാജാവും പുരോഹിതനുമായതുകൊണ്ട് യേശുവും അങ്ങനെ ആയതുകൊണ്ട് യേശു ഒരു രാജാവുമാണ്, ഒരു പുരോഹിതനുമാണ്. അതുകൊണ്ടാണ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെ മൽക്കീസേദെക്കിന്റെ ലീനിയേജ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവന് എന്തില്ല? മാതാവില്ല, പിതാവില്ല, വംശാവലി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ യേശു ഇന്നും ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് എന്നേക്കും ജീവിക്കുന്ന നിത്യ പുരോഹിതനായതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ മൽക്കീസേദെക്കിനോട് പിന്നീടും ഇത് പറയുന്നത്. ആ ക്രമപ്രകാരമാണ് നമ്മൾ പറയുന്നത്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലാനാണ് പറയുന്നത്. കാരണം ഇത് എന്നേക്കുമുള്ള ഈ പുരോഹിതനായതുകൊണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു പുരോഹിതനാണിത്. ഹല്ലേലൂയ. ഈ യേശു കർത്താവ് തന്നെ രക്തം കൊടുത്താണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. വചനം ഇങ്ങനെ പറയുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത് അല്ലെ. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തത്തെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ എന്താണ്? അവിടെ നീതിക്കും പ്രതികാരത്തിനും വേണ്ടിയിട്ടാണ് ആ രക്തം നിലവിളിക്കുന്നത് അല്ലെ. ഹല്ലേലൂയ. പക്ഷെ യേശുവിന്റെ രക്തം എന്താണ്? ഈ രക്തം പ്രതികാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല അല്ലെ. ഹല്ലേലൂയ. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പാപമോചനത്തിനും കൃപയ്ക്കുമായി നിലവിളിക്കുന്നു. എബ്രായർ 12:24 വായിക്കുമ്പോൾ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? പുണ്യാഹ രക്തത്തിന്റെ അടുക്കലത്രേ വന്നിരിക്കുന്നത്. ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിന്റെ അടുക്കലത്രേ നമ്മൾ വന്നിരിക്കുന്നത്. യേശുവിന്റെ രക്തം നമ്മളെ എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? നമ്മളെ ആ ദൈവത്തോട് ചേർക്കുന്നു അല്ലെ. എന്നേക്കുമായി നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മളെ ഓരോരുത്തരെയും ഓരോ ദിവസവും നമ്മളിനെ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ രക്തം നമ്മൾ ഓരോ ദിവസവും ഈ സഭായോഗം എല്ലാം കൂടുമ്പോഴെല്ലാം ഹല്ലേലൂയ ആ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.